എന്തായാലും ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സംഘടിപ്പിക്കുന്നതാണ്. ഇതിൽ 60 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രം, അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്ന മാറ്റങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഇടപെടൽ, ഇത് പഠിപ്പിക്കുന്ന വിധത്തിലായിരിക്കും ഈ കുടുംബ സംഗമം സംസ്ഥാന വ്യാപകമായി നടക്കാൻ പോകുന്നത്. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തിൻ്റെ ഭാഗമായി AKG പഠന ഗവേഷണ കേന്ദ്രം മുൻകൈയെടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധം സംബന്ധിച്ചൊരു സെമിനാർ തിരുവനന്തപുരത്ത് നടത്തുന്നതാണ്. അത് നവംബർ 26-ന് തിരുവനന്തപുരം AKG ഹാളിൽ വെച്ച് ഒരു ഏകദിന സെമിനാർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഈ പരിപാടിയിൽ CPIയുടെയും CPMൻ്റെയും ജനറൽ സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരിയെയും സുധാകർ റെഡ്ഡിയെയും പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ദേവഗൗഡ, ഇപ്പോഴുള്ള മുഖ്യമന്ത്രിമാരായിട്ടുള്ള 2 സംസ്ഥാനങ്ങളിലെ CPM മുഖ്യമന്ത്രിമാർ, പിണറായി വിജയൻ, മണിക് സർക്കാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ സെമിനാറിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതാണ്. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വിവിധ സെഷനുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. അത് രാജ്യത്തെ വിവിധ മേഖലയിലുള്ള പ്രശസ്തരായ വ്യക്തികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതാണ്. ഈ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഒരു വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധികാരികമായൊരു ചരിത്രം ഇതുവരെ രചിക്കപ്പെട്ടിട്ടില്ല. പല ആളുകളും ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങനൊരു ചരിത്ര രചന ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കണമെന്ന് പാർട്ടി ഉദ്ദേശിക്കുകയാണ്. ഈ ചരിത്ര രചനയുടെ ഭാഗമായുള്ള പരിപ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 5 വോള്യങ്ങളായിട്ടായിരിക്കും കേരളത്തിലെ പാർട്ടി ചരിത്രം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അതിൽ 1ാമത്തെ വോള്യം 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഉപദേശക സമിതിയെ, അഡ്വൈസറി ബോർഡിനെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ചെയർമാനായിക്കൊണ്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൺവീനറായിക്കൊണ്ടുമാണ് അതിനുവേണ്ടി ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. പ്രമുഖ ചരിത്രകാരന്മാരെയൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ നടത്തുന്ന ചരിത്രരചനകൾക്ക് വ്യത്യസ്തമായി ബഹുജന പങ്കാളിത്തത്തോടു കൂടിയ ഒരു ചരിത്രരചനയാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുക. ഇത് സംബന്ധിച്ച് അറിവുള്ള മുഴുവൻ ആളുകൾക്കും പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ളൊരു ചരിത്രരചനയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തേണ്ടുന്ന ആളുകൾ ഇതെല്ലാം തന്നെ പാർട്ടി കണ്ടെത്തുന്നതാണ്. ജില്ലാതലത്തിലും പ്രാദേശികമായ ഏറിയ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഇതിനൊരു സമിതി രൂപീകരിച്ച് ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകളെ, പ്രാദേശിക ചരിത്രം രചിക്കാൻ കഴിയുന്ന ആളുകളെയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കാളികളാക്കണം എന്നതാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തതയാർന്ന വിധത്തിൽ കേരളത്തിൻ്റെ ചരിത്ര രചനയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി എടുത്ത മറ്റൊരു തീരുമാനം, സഖാവ് നായനാർക്ക് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാൻ നേരത്തെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി നേരത്തെ ഒരു ഫണ്ട് പിരിവ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി അന്ന് കിട്ടിയ തുക ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂരിൽ 4 ഏക്കറയോളം സ്ഥലം നായനാർ അക്കാദമിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കണ്ടോൺമെൻറ്റ് ഏരിയയിലായതുകൊണ്ടും കേന്ദ്ര ഡിഫൻസ് വകുപ്പിൻ്റെ
അംഗീകാരം ലഭിക്കേണ്ടതുകൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേഗം പൂർത്തീകരിക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അവിടെ ഒരു ചരിത്ര മ്യൂസിയമാണ് അതോടനുബന്ധിച്ച് നിർമ്മിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഇപ്പോൾ പിരിച്ചെടുത്തിട്ടുള്ള തുക പോരാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം ജനുവരി മാസം 7-8 തീയതികളിൽ കേരളത്തിൽ എല്ലാ ബഹുജനങ്ങളെയും സമീപിക്കുന്ന ഒരു ഹുണ്ടിക പിരിവ്, ഒരു ബഹുജന ഫണ്ട് കലക്ഷൻ സംഘടിപ്പിച്ച് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഘടനാപരമായും രാഷ്ട്രീയമായിട്ടുമുള്ള തീരുമാനങ്ങളാണ് സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ടിട്ടുള്ളത്. ഈ തീരുമാനങ്ങളെല്ലാം വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം. ഈ വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിൻ ഒക്ടോബർ മാസത്തിൽ നടത്തുന്നതും മറ്റ് പരിപാടികൾക്കും എല്ലാവരുടെയും പിന്തുണ വേണമെന്നതുകൊണ്ടാണ് മാധ്യമങ്ങളെ എല്ലാം വിളിച്ച് ഇക്കാര്യം അറിയിക്കാം എന്ന് ഉദ്ദേശിച്ചത്. വട്ടിയൂർക്കാവ് പൂജാർ മണ്ഡലങ്ങളിലുണ്ടായ പരാജയം ഇടതുപക്ഷ മുന്നണി 3-ാം സ്ഥാനത്തെത്തിയൊരു മണ്ഡലമായതുകൊണ്ടാണ് ആ മണ്ഡലങ്ങളുടെ പരാജയം പ്രത്യേകം പരിശോധിക്കാൻ തീരുമാനിച്ചത്. അത് സംബന്ധിച്ചൊരു അന്വേഷണ കമ്മീഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിരുന്നു. അന്വേഷണ കമ്മീഷൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണ കമ്മീഷൻ ഇത്രത്തോളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. ആ 2 കമ്മീഷൻ്റെ നടപടികൾ പൂർത്തീകരിക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം കൊടുത്തു. പാലക്കാട് അന്വേഷണ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവിടെ സംഘടനാപരമായി പരിശോധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനമെടുക്കാൻ പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കമ്മീഷൻ നിർദ്ദേശവിധത്തിലുള്ള ആവശ്യമായിട്ടുള്ള ചർച്ചയും തീരുമാനങ്ങളും പാലക്കാട് ജില്ലാ കമ്മിറ്റി അതിൻ്റെ ഭാഗമായി കൈക്കൊള്ളുന്നതായിരിക്കും. അതൊരു സ്വാശ്രയ വിദ്യാഭ്യാസ സമരമല്ല, അതൊരു രാഷ്ട്രീയ സമരമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സമരത്തിൽ വിദ്യാർത്ഥികളാരും ആ സമരത്തിലില്ല. വിദ്യാർത്ഥികളില്ലാത്തൊരു വിദ്യാർത്ഥി സമരമാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു സമരമാണ്. ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് UDF ശിഥിലമായി കിടക്കുകയാണ്. UDFൻ്റെ ഒരു ഘടകകക്ഷി മാറി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നൊരു നിയമസഭാ സമ്മേളനമാണ്. ആ പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രണം ചെയ്തൊരു സമരമാണ് സ്വാശ്രയ വിദ്യാഭ്യാസ സമരം എന്ന പേരിൽ UDF ഇപ്പോൾ നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. നിയമസഭാ സമ്മേളനം തന്നെ സ്തംഭിപ്പിക്കുക, നിയമസഭയിൽ യാതൊരു ചർച്ചയും നടക്കാൻ പാടില്ല, UDFൻ്റെ മന്ത്രിമാരായിരുന്നവർ നടത്തിയ അഴിമതികൾ അത് ഓരോന്നോരോന്നായി വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച നടക്കാൻ പാടില്ല. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നിയമസഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടി UDF ആസൂത്രണം ചെയ്തത്. സ്വാശ്രയ വിദ്യാഭ്യാസ കരാറാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപയ്ക്ക് ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു എന്നതാണ് ഇത്തവണത്തെ കരാറിൻ്റെ പ്രത്യേകത. നേരത്തെ 800 വിദ്യാർത്ഥികൾക്ക് ആണ് ഫീസ് ഇളവ് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 1150 വിദ്യാർത്ഥികൾക്കാണ് ഇത് പ്രകാരമുള്ള ഫീസ് ഇളവ്
ഇത്തവണത്തെ കരാറിൻ്റെ ഭാഗമായി ലഭിക്കുന്നത്. മാത്രമല്ല, തലവരിപ്പണം വാങ്ങുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷമാണ് പറഞ്ഞത് വിജിലൻസ് അന്വേഷണം വേണ്ട, ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്ന് തീരുമാനിച്ചതായിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു. ഈ മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് തലവരിപ്പണം വാങ്ങുന്നവർക്കെതിരെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 കോളേജുകൾ തെറ്റായ നിലപാട് സ്വീകരിച്ച 2 മാനേജ്മെൻറ്റുകൾക്കെതിരെ നടപടിയെടുക്കുകയും അവരുടെ എല്ലാ അഡ്മിഷനെ റദ്ദാക്കുകയും ചെയ്തു. ജെയിംസ് കമ്മീഷൻ ശക്തമായ നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള അവസ്ഥ വരികയും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ കൊടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ടാവുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ ഈ സമരത്തിലില്ല. വിദ്യാർത്ഥികളെന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയവരുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമരം വിദ്യാർത്ഥികൾക്കോ ജനങ്ങൾക്കോ സമൂഹത്തിനോ വേണ്ടിയുള്ള സമരമല്ല, രാഷ്ട്രീയ സമരമാണ്. ആ സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് സമരം തുടങ്ങിയവർ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. ഇതിലുണ്ടായത് ഇത് സംബന്ധിച്ച് ഇന്നലെ ഒരു മാനേജ്മെൻറ്റ് ഭാഗത്തൊരു ഇടപാട് വന്നു. ഞങ്ങൾ ഈ മെറിറ്റ് വിദ്യാർത്ഥികൾക്ക് ഫീസ് കുറച്ച് കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനം വന്നു. ഈ പ്രഖ്യാപനം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടിയും MK മുനീറും കൂടി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മുഖ്യമന്ത്രിയോട് അവർ പറഞ്ഞു, മാനേജ്മെൻറ്റ് ഇങ്ങനെ ഫീസ് കുറക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് അവർ ഫീസ് കുറക്കാൻ തയ്യാറാണെന്ന് അവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇടപെട്ട് അതൊരു തീരുമാനമാക്കണം, അതിനുവേണ്ടി മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കണം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരെ വിളിച്ച് ചർച്ച ചെയ്തത്. ചർച്ച ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു, നിങ്ങളിങ്ങനെ ഫീസ് കുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ ഫീസ് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാനുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശവും സമർപ്പിക്കാനില്ല. പിന്നെ എന്താ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? അപ്പോൾ പ്രതിപക്ഷ നേതാവും മറ്റും പറഞ്ഞ വാക്ക് മുഖവിലേക്കെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായ മുഖ്യമന്ത്രിയെ തന്നെ ഇത്തരത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല എന്ന് പറഞ്ഞ സമീപനത്തിലല്ലേ മാനേജ്മെൻറ്റ് ചെന്ന് എത്തിച്ചത്. അപ്പോൾ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റുമുള്ള ചർച്ച നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഉണ്ടാക്കിയ കരാർ അത് ഗവൺമെൻറ്റും മാനേജ്മെൻറ്റുകളായി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാർ സുപ്രീം കോടതി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ സുപ്രീം കോടതിയുടെ അംഗീകാരം വേണ്ടേ, കോടതിയുടെ അംഗീകാരം വേണ്ടേ? അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്നൊരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഇവരെല്ലാവരും സമ്മതിച്ചാലേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ഇവരുടെ സമ്മതമില്ലാതെ ഒരു തീരുമാനം ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചാൽ അത് ഏതെങ്കിലും മാനേജ്മെൻറ്റ് ചോദ്യം ചെയ്താൽ ആ കരാർ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക് മുലകുവലിൽ നിർത്തിക്കൊണ്ട് ഇതിനു വേണ്ടി ഇടപെട്ടു, ശ്രമിച്ചു. ഞങ്ങളതിന് തയ്യാറല്ല, ഞങ്ങളങ്ങനെ ഒരു നിർദ്ദേശമേ വെച്ചിട്ടില്ല, ഞങ്ങൾക്കങ്ങനെ ഒരു നിർദ്ദേശമില്ല എന്ന് മാനേജ്മെൻറ്റ് വ്യക്തമാക്കി. അപ്പം മാനേജ്മെൻറ്റുകൾ ഇതിന് തയ്യാറാണ് എന്ന് നടത്തിയ പ്രചാരവേല ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച് ചോദിച്ചപ്പോൾ അവരെങ്ങനെ ഇല്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആ മാനേജ്മെൻറ്റ് അങ്ങനെ പ്രഖ്യാപിച്ചത്? ആര് പറഞ്ഞിട്ടാണ് അവരെങ്ങനെ ചെയ്തത് എന്ന കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും പ്രശ്നം തീരട്ടെ എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. അതുകൊണ്ടാണ് ഇവരുമായി ചർച്ച നടത്താൻ സന്നദ്ധമാണ് എന്ന സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചത്. പ്രശ്നം തീരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് ഇങ്ങനെ MLA-മാർ ഒരു അനിശ്ചിതകാല നിരാഹാരം ഈ പ്രശ്നത്തിൽ കിടക്കേണ്ട കാര്യമില്ല. കാരണം അവസാനം അവർ പറഞ്ഞത് പരിയാരത്തുള്ള 30 പേരുടെ ഫീസ് കുറച്ചു കൊടുത്താൽ ഞങ്ങൾ പ്രശ്നം തീർക്കാമെന്നാണ്. ഈ 30 വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് വേണ്ടിയാണോ ഈ ഹർത്താലും ബന്ദും അടിച്ചുപൊളിയും ഈ നിരാഹാരവുമൊക്കെ നടത്തിയത്
എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം. 30 വിദ്യാർത്ഥികൾക്ക് ഫീസ് കുറക്കേണ്ട പ്രശ്നമാണോ അവരുന്നയിച്ചത്? മാത്രമല്ല 30 വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് ഫീസ് കുറച്ചു കൊടുത്ത് ഒരു കരാറുണ്ടാക്കാൻ ഗവൺമെൻറ് എങ്ങനെ കഴിയും? മറ്റെല്ലാ സ്വാശ്രയ കോളേജിലെയും മെറിറ്റ് വിദ്യാർത്ഥികൾ ഈ പ്രശ്നവുമായി കോടതിയെ സമീപിക്കില്ലേ? അപ്പോൾ പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ജനപിന്തുണ നേടാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഈ സമരം ഇനി പ്രതിപക്ഷം അവസാനിപ്പിക്കണം. പ്രതിപക്ഷം ദുരഭിമാനം വെടിയണം. യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രശ്നങ്ങളെ സമീപിക്കണം. അങ്ങനെ തുറന്ന് ചർച്ച ചെയ്ത് നമുക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടുകയാണ് വേണ്ടത്. ഈ സ്വാശ്രയ കോളേജ് എന്നുള്ള പ്രശ്നം തന്നെ ഉണ്ടാക്കിയത് UDF അല്ലേ? ഇത് അവരുടെ കുട്ടിയല്ലേ ഈ സ്വാശ്രയ കോളേജ് എന്ന് പറയുന്നത്? ആ കുട്ടി ഇപ്പോൾ ഓരോ അപകടം ഓരോ കൊല്ലം ചെയ്യുകയാണ്. ആ കുട്ടിയെ ഇനി എന്ത് ചെയ്യണമെന്ന് എല്ലാവരും കൂടി തീരുമാനിക്കല്ലാതെ ഞങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സ്വാശ്രയ കോളേജ് തുടങ്ങപ്പോൾ എന്തൊക്കെയാണ് ഇവർ പ്രചരിപ്പിച്ചത്? അപ്പോൾ ആ പ്രചരണം നടത്തിയതൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞ ആശങ്ക ഇപ്പോൾ ശരിയായില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മളെല്ലാവരും കൂടി ശാന്തമായിട്ട് ആലോചിക്കുക. അടുത്ത വർഷത്തിന് മുമ്പ് നമുക്കിത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം, ഒരു തീർച്ചമുറച്ച് ഉണ്ടാക്കണം. ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പ്രശ്നങ്ങൾ ഓരോ കൊല്ലവും ഇങ്ങനെ ഉയർന്നു വരുന്ന സ്ഥിതി അവസാനിപ്പിക്കണം. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചർച്ച ചെയ്ത് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയാണ് വേണ്ടത്. ഇപ്പോഴീ സമരം നിർത്തുക, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ശാന്തമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ നിരാഹാരം നടക്കുന്ന ആളുകൾക്കും നല്ല നാരങ്ങ നീര് കൊടുക്കുക, അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പ്രശ്നം ശാന്തമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ സമരം തുടരാതിരിക്കുന്നതാണ് നല്ലത്. എന്താണ് എനിക്ക് അവരോട് അവസരം പറയാൻ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ മുഖേന അവരോട് പറയാറുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ന് പല അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകൾ ദൂരീകരിക്കത്തക്ക വിധത്തിലൊരു നിയമനിർമ്മാണം വേണമെന്നൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ള നിയമജ്ഞന്മാരുമായിട്ട് ആലോചിക്കണം. നിലവിലുള്ള നിയമത്തിന് വിധേയമായിട്ടും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചും എന്ത് ചെയ്യാൻ സാധിക്കും? നേരത്തെ MA ബേബി മന്ത്രിയായ കാലത്ത് ഉണ്ടാക്കിയൊരു നിയമം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. അങ്ങനെ നിരവധി സന്ദർഭത്തിൽ ശ്രമിച്ചു നോക്കിയതാണെങ്കിലും ഇപ്പോഴും എല്ലാ കൊല്ലവും പ്രശ്നമാണ്. ഇനി എല്ലാ കൊല്ലവും ഈ പ്രശ്നത്തിന് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന് നമുക്കൊരു ചർച്ച ഈ കാര്യത്തിൽ നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അടുത്ത വർഷം ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണെങ്കിൽ ആ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇനി അതിങ്ങനെ അനിശ്ചിതത്വത്തിലേക്ക് നിർത്തേണ്ട കാര്യമില്ല. പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ കൊണ്ടുവരാനുള്ള തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനം ഉണ്ടാകുന്നതോടുകൂടി പരിയാരത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹൃതമാകും. അതിനുള്ള നടപടികൾ വേഗം ഉണ്ടാക്കുന്നതാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ടുന്ന കാര്യം. ശരി. സ്വാശ്രയ വിഷയത്തിൽ UDF നടത്തുന്ന സമരം അത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് നിലവിൽ UDFന്റെ ശ്രമമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രായോഗികമല്ലാത്ത ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പേരെടുക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കണമെന്നും അതിനുള്ള ഒരു നടപടിയാണ് UDFന്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള സഹകരണമാണ് വേണ്ടതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. എന്തായാലും അഭിപ്രായ സമന്വയം വരും വർഷത്തിലേക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിന് അഭിപ്രായ സമന്വയം വരും വർഷത്തേക്ക് ഉണ്ടാക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു.